ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലത്തെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭരണമാറ്റത്തിലൂടെയുള്ള വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. ഒറ്റപ്പാലത്തെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭരണമാറ്റത്തിലൂടെയുള്ള വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇതിന് UDF ഭരണസമിതി വരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതായും DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. പ്രത്യേകിച്ച് നഗരസഭയുടെ മൊത്തത്തിലുള്ള വികസന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ തികഞ്ഞ ഭരണ പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നഗരസഭയിൽ ഒരു വലിയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വലിയ ഭരണ മാറ്റം കൊണ്ട് ഈ നഗരസഭയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സഖ്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവ് ഈ നഗരസഭ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലത്തെ അതിൻ്റെ ദുർഭരണം കൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ വളരെയേറെ മോശമായ ഒരു സ്ഥിതിയിലാണ്. നഗരസഭാ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നവും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തന മന്ദത, വാർഡുകളിൽ ഉണ്ടാക്കിയ റോഡുകളുടെ തകർച്ച, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നഗരസഭാ ഭരണസമിതിയുടെ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റി വലിയ പരാജയമാണ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 1.5 വർഷക്കാലത്തെ പ്രവർത്തനം, പ്രത്യേകിച്ച് വാരോട്, തോട്ടക്കര, കന്നിയമ്പ്രം ഉൾപ്പെടെ ഒറ്റപ്പാലം നഗരസഭയുടെ എല്ലാ ഭാഗത്തും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രയേറെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം കൊണ്ട് ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൻ്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകളിൽ സംഭവിക്കുന്ന തകരാറ് മൂലം ഏതാണ്ട് 2-3 ആഴ്ചക്കാലമായി വരോട് മേഖല, തോട്ടക്കര മേഖലയിലൊക്കെ കൃത്യമായി ജലവിതരണം നടത്താൻ വാട്ടർ അതോറിറ്റി പരാജയപ്പെടുന്നു. വാട്ടർ അതോറിറ്റിയെ കൊണ്ട് അത് ചെയ്യിക്കാൻ മുനിസിപ്പാലിറ്റിയും പരാജയപ്പെടുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ കൃത്യമായ പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് പല വാർഡുകളിലെയും പ്രധാനപ്പെട്ട റോഡുകൾ വളരെ ശോചനീയമായി നിലനിൽക്കുന്നു എന്നത് സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഈ ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് 30-ാം വാർഡ് ദീർഘകാലമായി കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത് എന്നും വികസനങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതാണ്ട് 30 വർഷക്കാലത്തെ ഈ കാലഘട്ടം ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായി ഇവിടെ മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതിൻ്റെ ചരിത്രം, അതിൻ്റെ വിജയം എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമോ നടത്തുന്ന ആളുകളല്ല. ഞങ്ങൾ ഈ വാർഡിൽ ഏതാണ്ട് ഈ പറഞ്ഞ 30 വർഷത്തിലേറെയായി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ രാഷ്ട്രീയമില്ല. പിന്നെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് സമന്മാരാണ്. ഞങ്ങളവരുടെ സേവകരാണ്. അവരെ സേവിക്കുന്നതിന് ആരെപ്പോൾ വിളിച്ചാലും എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഞങ്ങളതിൽ ഇടപെടുകയും ഞങ്ങളവിടെ എത്തുകയും ഞങ്ങളത് കൃത്യമായി അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ് ഞങ്ങൾ ഇവിടെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ, ഈ വാർഡിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്.